വിശ്വസിക്കുന്നു. അങ്ങനെ 100th എപ്പിസോഡിന് നിങ്ങൾ തന്ന റെസ്പോൺസ് ഗംഭീരമായിപ്പോയി എന്തായാലും. അപ്പോൾ 365 സംതിങ് കമന്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ഞാൻ റിപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യാം. എല്ലാവരുടെ വിശ്വസിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പുട്ടാണ്, ഗോതമ്പ് പുട്ട്. അരിപ്പുട്ട് ആയിട്ടില്ല. അതിനുശേഷം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള റെസിപ്പിയാണ് ഗോതമ്പ് പുട്ട്. അപ്പോൾ ഗോതമ്പ് പുട്ട് ഞാൻ സാധാരണ ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഒരു ടിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തോന്നാള്. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ലൊരു ടിപ്പ് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വൈകിക്കേണ്ട, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഗോതമ്പ് പുട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം, ഗോതമ്പ് പുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഒരു പാത്രം എടുക്കുക. അപ്പോൾ നമ്മൾ ഗോതമ്പ് പുട്ട് നനയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഏത് പാത്രത്തിലാണ് വെള്ളം വെക്കുന്നത്, ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുന്നത്. അപ്പോൾ കുക്കറിൽ വെള്ളം വെച്ച് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ പുട്ട് നനയ്ക്കുന്ന സമയം കൊണ്ട് വെള്ളം തിളയ്ക്കും. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിടാൻ പാടില്ല. അപ്പോഴും പുട്ടുണ്ടാക്കുമ്പോഴൊക്കെ സൂക്ഷിക്കുക. ഒരുപാട് ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പുട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ പുട്ടിലോട്ട് ഞാനിപ്പോൾ ഇവിടെ 5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 100 ഗ്രാം ആട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് പ്യുവർ ആയിട്ടുള്ള ഗോതമ്പ് പൊടിയാണെങ്കിൽ അതെടുത്തോളൂ. ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. അപ്പം ഞാനിവിടെ ആട്ട 1/2 കപ്പ് ആട്ട, അതായത് 5 ടേബിൾ സ്പൂൺ ആട്ടയാണ് എടുത്തിരിക്കുന്നത്, 100 ഗ്രാം. ഇത് ഞാൻ ഇപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ടേബിൾ സ്പൂൺ വ്യത്യാസം പെടും. അതുകൊണ്ടാണ് ഞാൻ 100 ഗ്രാമിൻ്റെ കണക്ക് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ കാണിച്ചു തരുന്നുള്ളൂ, കാരണം ഇപ്പോൾ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈവനായിട്ട് മിക്സ് ആവണം. ഒരു സ്ഥലത്തും കൂടുതലും മറ്റു സ്ഥലത്ത് കുറവും പാടില്ല. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 100 ഗ്രാമിന് ഇപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിന് ശേഷം അങ്ങ് മിക്സ് ചെയ്ത് നോക്കും. അപ്പോൾ 1 2 3 4 നമുക്ക് ആദ്യം 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ആട്ട വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിലൊഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവും വ്യത്യാസപ്പെടും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ആട്ട അനുസരിച്ച് വേണം നിങ്ങൾ ഇതിലോട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 4 ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോൾ പകുതി പോലും നനഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണമെന്നാണ്. അപ്പോൾ വീണ്ടും ഞാൻ 1 2 3 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു. അപ്പോൾ മൊത്തം ഞാനിപ്പോൾ 7 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചോ സ്പൂൺ വെച്ചോ ഫോർക്ക് വെച്ചോ എന്താ നിങ്ങൾക്ക് താല്പര്യം അതനുസരിച്ച് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും നനഞ്ഞിട്ടുണ്ടാവണം നമ്മുടെ ഈ മാവിൻ്റെ. ഇത് കാണുന്ന ചിലരെങ്കിലും വിചാരിക്കും ഈ ചേച്ചി എന്താ ചെയ്യുന്നത്, ഇതെന്താ ചപ്പാത്തി കുഴക്കണോ, അതെന്താ പുട്ടല്ല ഉണ്ടാക്കുന്നതെന്നൊക്കെ പല സംശയങ്ങളും ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അത് സ്വാഭാവികം മാത്രമാണ്. ഞാനാണെങ്കിലും അങ്ങനെ വിചാരിച്ചു പോകും ആദ്യം കാണുമ്പോൾ. പക്ഷേ പേടിക്കണ്ട, ഡോണ്ട് വരി. നമുക്കൊരു കാര്യം ചെയ്യാനുണ്ടത്. ഇതിപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തേക്കും നമുക്ക് നനവെത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ എന്താ ആകെ ഉണ്ടായിട്ടിരിക്കുന്നൊരു സംഭവമായിട്ട് മാറിയില്ലേ. അപ്പോൾ ഇതിന് നമുക്ക് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പുട്ടാവില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഗോതമ്പിൻ്റെ ഉണ്ട മാത്രമാണിത്. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെന്ത് ചെയ്യണം, അതിനാണ് നമ്മുടെ ടിപ്പ്. ഇങ്ങനെ ഏകദേശം എല്ലാ ഭാഗത്തും നനവെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇത് വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഞാൻ 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ആട്ടയുടെയും നനവ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഈ ആട്ട നന്നായി നനഞ്ഞിരിക്കണം. അതിങ്ങനെ പിടിക്കുമ്പോൾ കട്ടയിരിക്കണം. അപ്പോൾ ആ ഒരു പരിവാകുമ്പോൾ നിർത്തുക. അതിനുശേഷം നമുക്ക് എന്താ വേണ്ട, മിക്സിയുടെ വലിയ ജാർ എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വിപ്പ് ചെയ്യുക. വിപ്പ് ചെയ്യുമ്പോൾ അറിയാലോ, ആ മഞ്ഞ ബട്ടണിൽ വേണം പ്രസ് ചെയ്യാൻ, അല്ലാതെ വൈറ്റ് ബട്ടണിലൊന്നും പ്രസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആകെപ്പാടെ കട്ട പിടിച്ച് പോകും. അപ്പോൾ മിക്സി എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ വെച്ചതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്യുക. അപ്പോൾ മിക്സിയിൽ ജസ്റ്റ് വിപ്പ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് കട്ടയുള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നനഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്ന് കട്ട വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിരി നിങ്ങളുടെ ഇതിൻ്റെ അളവനുസരിച്ച് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നനവ് കൂടുന്തോറും നമുക്ക് പൊടിയുടെ അളവ് കൂട്ടണം. അപ്പം ഇതിൽ എനിക്ക് തോന്നുന്നു 1 ടീസ്പൂൺ നമ്മൾ ആദ്യം ഇട്ട് നോക്കുക, എന്നിട്ട് ഇതേപോലെ തന്നെ അടിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഫ്ലോർ, അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ആട്ട തന്നെ 1 ടീസ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ ഒന്ന് വിപ്പ് ചെയ്യുക. അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റാണെന്ന് അർത്ഥം. അപ്പോൾ ഇതിലോട്ട് വെക്കുക. ഒന്ന് ഈ മഞ്ഞയ്ക്ക് പകരം ഈ വൈറ്റ് പ്രസ് ചെയ്തിട്ടാണ് നിങ്ങൾ മഞ്ഞ തന്നെ പ്രസ് ചെയ്യണം.
ഒന്ന് വിട്ട് 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 അടിക്കുക. അപ്പം നോക്കൂ, നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആൻഡ് നൈസായിട്ട് വന്നിട്ടുണ്ട്. ഒരു കട്ടില്ലാത്ത നല്ല പൊടി പൊടി പൊടിയായി നമ്മുടെ അരിയുടെ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല നൈസായിട്ടുള്ള ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലേ. അപ്പോൾ ഇത് തൊട്ട് നോക്കണം. തൊട്ട് നോക്കുമ്പോൾ നനവുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നനവില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി വരുമ്പോൾ അത് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ അത്യാവശ്യത്തിന് നനവ് വേണം. നമുക്കിനി ഇതിപ്പോൾ ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിന് നല്ല നൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെയിം ബൗളിലോട്ട് തന്നെ നമ്മൾക്ക് മിക്സിയിൽ അടിച്ചു വെച്ച ആ സംഭവം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫോർക്ക് കൊണ്ടൊക്കെ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫോർക്ക് ആകുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഫോർക്ക് കൊണ്ടൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് ഫോർക്കാണ്. അപ്പോൾ ഉണ്ട് നല്ല നൈസായിട്ടുള്ള നമുക്ക് പൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക്, ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുമ്പോൾ കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാറുണ്ട്. അത് ഏത് പുട്ടിലാണെങ്കിലും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നാളികേരം ഞാൻ ജസ്റ്റ് ചേർത്തിട്ടൊന്ന് 1 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി 10 മിനിറ്റോളം സമയം അടച്ചു വയ്ക്കുക. നിങ്ങൾക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് ആദ്യം നോക്കണം. അത് ഉപ്പ് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അമ്മ സ്കൂളിലെ ടീച്ചറായിരുന്നു. അപ്പോൾ ഈ തിരക്കാണല്ലോ, രാവിലത്തെ സമയം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ആകെ തിക്കും തിരക്കണം. അപ്പോൾ അമ്മ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീമറില്ലേ, സ്റ്റീമറിലോട്ട് അമ്മ ഈ പുട്ട്, ഏത് പുട്ടാണെങ്കിലും അരിപ്പുട്ടാണെങ്കിലും ഗോതമ്പ് പുട്ടാണെങ്കിലും ഒക്കെ സ്റ്റീമറിലോട്ട് അങ്ങ് വെച്ചിട്ട് അങ്ങ് ആവി കയറ്റുക ചെയ്യുക. അതല്ലാണ്ട് പുട്ടുകുറ്റിയിൽ അമ്മ ചെയ്യാറില്ല. അതായത് പുട്ടുകുറ്റിയിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ ശനി ഞായറും മാത്രമേ നമ്മൾ പുട്ടുകുറ്റിയിലൊക്കെ പുട്ടുണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ആ സ്റ്റീമറിൽ ഇട്ടിട്ട് അമ്മ ആവിപ്പുട്ടെന്ന് അതിനെ പറയും. എന്തുകൊണ്ട് ആവിപ്പുട്ട്, എല്ലാ പുട്ടും ആവിപ്പുട്ട് തന്നെയാണ്, പക്ഷെ അമ്മ അതിന് പേര് കൊടുത്തിരിക്കുന്ന ആവിപ്പുട്ടെന്നാ. വളരെ എളുപ്പമാണ്. അതെല്ലാം കൂടി ആ പ്ലേറ്റിലോട്ട്, ആ സ്റ്റീമറിന്റെ പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവി കയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഉള്ള പുട്ട് ഒറ്റ അടിക്കങ്ങ് റെഡിയാവും. അതായിരുന്നു അമ്മയുടെ ടിപ്പ് കേട്ടോ. ഞാൻ ചെയ്യാറൊന്നുമില്ല അപ്പോൾ അത്. അപ്പോൾ ഇത് നമുക്ക് 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി പുട്ടുകുറ്റിയിലോട്ട് നമുക്ക് പുട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലോങ് ആയിട്ടുള്ള ഒരു പുട്ടുകുറ്റിയാണ്. അതിലോട്ട് ആദ്യം തന്നെ നമ്മൾക്ക് അറിയാലോ, ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് എന്താ, ചില്ലിട്ട് കൊടുക്കണം. ചില്ല് ഇട്ട് കൊടുത്തില്ലെങ്കിൽ താഴേക്ക് പുട്ടൊന്നും പോവില്ല. കാരണം നമ്മൾ ഇടം ചേർക്കാൻ പോകുന്ന നാളികേരാണ്, തടഞ്ഞു നിർത്തും. പക്ഷേ ചില്ലിട്ടില്ലെങ്കിൽ വേറെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കത് കുത്തിയെടുക്കാൻ പറ്റില്ല. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ ചില്ലിടാണ്ട് ഒരിക്കലും ആരും പുട്ടുണ്ടാക്കരുത് കേട്ടോ. ഞാൻ ആദ്യം മുളയുടെ പുട്ടുകുറ്റിയൊക്കെ എടുത്ത് വെച്ചു ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ ചില്ല് കാണുന്നില്ല. കുറേ നോക്കി. അപ്പോൾ പിന്നെ സമയം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇത് ഈ പുട്ടുകുറ്റി ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുക്കറിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന പുട്ടുകുറ്റിയാണ്. ഇട്ടുകൊടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ നോബ് നമ്മൾ കുക്കറിൻ്റെ ആ കുറ്റിയിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കുക്കറിൽ നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചോദിക്കേ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമുക്ക് കുറ്റിയിലോട്ട് നമുക്ക് ആദ്യം കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നാളികേരത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളും. ചിലവർക്ക് കൂടുതൽ നാളികേരം വേണം, ചിലവർക്ക് കുറച്ച് മതിയാവും. അപ്പോൾ അതിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് ഫോർക്ക് കൊണ്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇതിൽ പതുക്കെ ഇട്ട് കൊടുക്കുക. അറിയാലോ. പിന്നെ ഇത് നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് പുട്ടുകുറ്റിയിലേക്ക് പൊടി ഇട്ട ശേഷം പുട്ടിൻ്റെ നിറയ്ക്കുന്ന സമയത്ത് ഇത് ഒരിക്കലും അമർത്താൻ പാടില്ല. സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ അല്ല, ഇതങ്ങനെ അമർത്താൻ പാടില്ല. കാരണം അമർത്തും തോറും നമ്മളുടെ പുട്ട് ഹാർഡായിട്ട് മാറും. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇടുന്ന ഒരു ഇത് മാത്രം പാടുള്ളൂ. ലൂസായിരിക്കണം എപ്പോഴും നമ്മൾ പുട്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഇങ്ങനെ അമർത്തി മാക്സിമം പുട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് പക്ഷേ വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾക്ക് സോഫ്റ്റ് പുട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂൺ എത്രയാണ് ഒരു അടക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ വീണ്ടും നമുക്ക് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നാളികേരം ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഒരടക്കുന്ന് നമുക്ക് പ്രത്യേകിച്ച് ഓരോരുത്തർക്ക് എടുത്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒരടക്ക് വെച്ചിട്ട് ഒരു നാളികേരം ചേർത്തിട്ട് ഒരടക്ക് ഡിവൈഡ് ചെയ്തെടുത്തു. വീണ്ടും നമ്മൾ പുട്ട് ഇട്ടുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു കുറ്റി പുട്ടിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. 1/2 ഗ്ലാസ് 5 ടേബിൾ സ്പൂണ് അല്ലെങ്കിൽ 100 ഗ്രാം. അപ്പോൾ ഇതുപോലെ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് 2 കുറ്റി പുട്ട് വേണമെങ്കിൽ പോലും ഞാൻ ഇതുപോലെ അരയാണ് എപ്പോഴും ചെയ്യാറ്. കാരണം എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഒരു പ്രാവശ്യം മിക്സിയിലിട്ട് അടിച്ചു, ഈ പാത്രത്തിലോട്ടിട്ട് അടുത്തതും ഇതേപോലെ തന്നെ മിക്സിയിലിട്ട് അടിച്ചു പാത്രത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ 2 കുറ്റി പുട്ടാണെങ്കിലും 3 കുറ്റി പുട്ടാണെങ്കിലും ഈ ഒരു അളവിൽ ഞാൻ 3 പ്രാവശ്യം ചെയ്യാറ്. അല്ലാതെ ഒരുമിച്ച് ഞാൻ ഒരിക്കലും ഉണ്ടാക്കാറില്ല. അപ്പോൾ ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ വീണ്ടും നമുക്ക് നാളികേരം ചെയ്യുക. അതുപോലെ മുഴുവനും ഈ കുറ്റി നിറയ്ക്കുക. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പം ഞാനിത് ഉണ്ടാക്കുന്നുണ്ടപ്പോൾ നിങ്ങളൊരു മിനിറ്റ് ഒന്ന് പേടിച്ചു പോയില്ലേ. എനിക്ക് മറ്റേ നമ്മുടെ
പുട്ട് ഉണ്ടാക്കിയിട്ടപ്പോൾ തൊട്ട് വരുന്ന റിക്വസ്റ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഗോതമ്പ് പുട്ടിൻ്റെ റിക്വസ്റ്റ്. ഈ ഒരു ടിപ്പ് എനിക്ക് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് കവിതയാണ്. കവി, താങ്ക് യു സോ മച്ച്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ സാധാരണ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ ടിപ്പ് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. ഈ പൊടിയിടുന്ന ടിപ്പാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും നിങ്ങൾക്ക് തെറ്റ് പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾ ഒരിക്കൽ പോലും വിചാരിക്കില്ല ഇത്ര സോഫ്റ്റ് ആയിട്ട് പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അവസാനം നമുക്ക് മുകളിൽ കുറച്ച് ഇതേപോലെ തന്നെ നാളികേരം, അത് വേണമെങ്കിൽ മതി, വതറി കൊടുക്കുക. അതൊരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പുട്ട് വേവിച്ചെടുക്കണം. ഇത് അടയ്ക്കുക. അതിനുശേഷം നമുക്ക് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ഇതിലോട്ട് വെക്കാം. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ കുക്കർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ള കുക്കർ എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇത് ഇരിക്കാൻ ഒരു സൗകര്യം ഉണ്ടായിരിക്കും. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന അലുമിനിയം കുക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനത്തെ കുക്കർ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും സൗകര്യം. ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കുക, ഒരു 10 മിനിറ്റോളം വേവിക്കുക. പിന്നെ ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ കൂടെ ആവി വരും, അതുപോലെ തന്നെ നല്ല മണം വരും. പുട്ട് വെന്ത മണം അറിയാലോ, നല്ല ഗോതമ്പിൻ്റെ നല്ല മണം വരാൻ തുടങ്ങും. അപ്പോൾ ഇത് റെഡി ചെയ്യുന്നതാണ് അതിൻ്റെ മീനിങ്. പിന്നെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഈ പല ടിപ്സും അയച്ചു തരാറുണ്ട്, പേഴ്സണലി ഇമെയിലായിട്ടും അല്ലെങ്കിൽ കമൻസ് വഴിയൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 2-3 പേര് അയച്ചെന്നുള്ളൊരു ടിപ്പായിരുന്നു, ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ചോറിട്ടിട്ട് ചേർക്കാൻ. താങ്ക് യു ഫോർ ദ ടിപ്പ്. ഗോതമ്പ് പുട്ടെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ ഗോതമ്പ് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ ചുമ്മാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഗോതമ്പ് പുട്ട് കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ മെയിൻ ഇപ്പോൾ എൻ്റെ പാരൻസിനാണെങ്കിലും ഒക്കെ അവർ രാത്രി ഗോതമ്പിൻ്റെ കഞ്ഞി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പുട്ടൊക്കെ കഴിക്കുന്നവർ ഒരിക്കലും അതിൽ കൂടെ ചോറ് മിക്സ് ചെയ്യാൻ ആഗ്രഹിക്കില്ല. കാരണം അത് പറ്റില്ല, ഷുഗർ പേഷ്യൻസിന് ഒട്ടും പറ്റില്ല. ഇപ്പം നോമ്പ് എടുക്കുന്നവർ, തിങ്കളാഴ്ച വ്രതം, അല്ലെങ്കിൽ പലരും പല ടൈപ്പ് വ്രതങ്ങളൊക്കെ എടുക്കാറില്ലേ, അവർക്ക് ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാത്രം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടെ ചോറ് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. മേ ബി അത് നല്ല റെസിപ്പി ആയിരിക്കാം, സോഫ്റ്റ് ആയിരിക്കാം, അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ അതുകൊണ്ടാണ് എൻ്റെ ഗോതമ്പ് പുട്ട് എന്ന് പറയുന്നത് ഗോതമ്പ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഗോതമ്പ്, പ്യുവറായിട്ടുള്ള ഗോതമ്പ് പൊടി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് പിൽസ്ബെറി ആട്ടയാണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ആട്ട ഏതാണോ ആ ആട്ട യൂസ് ചെയ്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ഒറ്റ പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത്, ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂണിൽ 7 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് എല്ലാ ആട്ടയിലും ഒരേപോലെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്, നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്. 2 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ മണം വരുന്നുണ്ട്, എന്നാലും ഒന്നും കൂടെ ആവാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കൂടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി വെച്ചിട്ടല്ലേ ഇത് ചെയ്യുന്നത്. അല്ല എങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാ കടയിലും സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഗോതമ്പ് പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലെന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തരി കൂടുതലാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തു, അളവ് ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. കാരണം നമ്മൾ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിപ്പോൾ ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് വരാറുണ്ട്. അപ്പോൾ അത് ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫ്ലേവറും വേറൊരു സ്മെല്ലൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ വൺസിൻ്റെ വല്ല അത് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ എനിക്ക് ടേസ്റ്റ് വൈസ് നോക്കുമ്പോഴും ഒക്കെ ഇതാണ് നമ്മുടെ സാധാരണ രീതിയിൽ ചെയ്യുന്ന പുട്ട് തന്നെയാണ് നന്നായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യുന്നവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. അപ്പോൾ ഒരു പ്ലേറ്റ് എൻ്റെ വാഴയിലൊക്കെ പഴയതായി, കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചാലേ, എന്നാലും ചുമ്മാ ഒരു വാഴയില ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് പുട്ടിൻ്റെ ഇത് വെക്കാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കിട്ടാൻ വേണ്ടി കിട്ടിയതാണിത്. പക്ഷേ ഇതുകൊണ്ട് കുത്തുമ്പോൾ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് പകുതി വരെ കുത്താൻ പറ്റുന്നുള്ളൂ. പിന്നെ ഇത് മുന്നോട്ട് പോകണില്ല, കാരണം ഇവിടെ തടയും. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബാംബൂ സ്റ്റിക്കിൻ്റെ 2 ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് അത് രണ്ടും കൂടെ കൂട്ടി സെല്ലോ ടേപ്പ് വെച്ചിട്ട് വെച്ചിരിക്കുന്നതാണിത്. അതുകൊണ്ട് കുത്തുമ്പോൾ നമുക്ക് സുഖമായിട്ട് ശരിക്കും കുത്തി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതൊരു നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ഇത് നിങ്ങളുടെ അടുത്ത് മിക്കതും വടി ഉണ്ടാവും. അപ്പം നമുക്ക് പതുക്കെ നൈസായിട്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറയാൻ മറന്നുപോയ കാര്യം, ഈ നമ്മുടെ പുട്ടുകുറ്റിയിൽ ഒരിക്കലും ഉള്ളിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഉള്ളിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പുട്ട് ഉണ്ടാക്കുമ്പോൾ അത് അതിൽ ഒട്ടിപ്പിടിക്കും, പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം മാത്രമല്ല ചിലപ്പം പൊടിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഒരു ഓവറായിട്ട് നമുക്ക് വേവിക്കാനും പാടില്ല, ഓവറായി വെന്ത് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് പതുക്കെ നമുക്കിങ്ങനെ തള്ളിക്കൊടുക്കാം. അടിപൊളി. അങ്ങനെയുണ്ട് നമ്മുടെ പുട്ട്. എന്നിട്ട് നമ്മുടെ ഇതങ്ങോട്ട് എടുക്കുക. രസമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി. ഞാൻ പതുക്കെ എടുക്കട്ടെ, ചിലപ്പോൾ അടക്കങ്ങ് പോരും. ഇതാണ് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള കൊതി ഊറുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആവി പറക്കുന്ന പുട്ട്.
ഞാനിപ്പോൾ ഇവിടെ കടല ഉണ്ടാക്കിയിട്ടുണ്ട്. കടലയുടെ കൂടെയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെയോ പപ്പടത്തിൻ്റെ കൂടെയോ പഞ്ചസാരയുടെ കൂടെയോ ഒന്നും അല്ലെങ്കിൽ വെറുതെ പോലും ഞാൻ കഴിക്കാറുണ്ട്. എനിക്ക് വെറുതെ പഞ്ചസാരയും കൂട്ടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കോമ്പിനേഷൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കലും മറക്കരുത്. ഒരു പോയിന്റ് തെറ്റിക്കഴിഞ്ഞാൽ എല്ലാം പ്രശ്നമായിട്ട് മാറും. പിന്നെ എന്നെ കുറ്റം പറയാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് എൻ്റെ ആപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് വഴിയോ ഫോട്ടോ എടുത്ത് അയക്കാൻ മറക്കരുത്. പിന്നെ ഫേസ്ബുക്ക് പേജിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ കുറച്ച് പിശുക്കന്മാരാണ് കേട്ടോ. നിങ്ങൾ 80 ഷെയറൊക്കെ നമുക്ക് മാക്സിമം വരുന്നത്. എനിക്ക് കമൻസ് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പോലെ തന്നെ നിങ്ങൾ പ്ലീസ് ഷെയർ ചെയ്യണേ ദയവേത്. വീനാസ് കറിവേൾഡ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ നിങ്ങൾ ലൈക്ക് അടിച്ചത് വീനാസ് കറിവേൾഡിൻ്റെ പേജ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക്